വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്റേഴ്സ് ആണ്. 5ാം ക്ലാസ്സിൽ സയൻസ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചാനലിലെ പുതിയ SCERT ചാപ്റ്റേഴ്സ് SCERT റിവിഷൻ തുടങ്ങിയവർക്കും അതുപോലെ തന്നെ ഇനിയും SCERT പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ സീരീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ പുതിയ സീരീസായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് 5ാം ക്ലാസ്സിൽ തൊട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കയ്യെത്തും ദൂരത്ത് ആകാശം എന്നാണ്. കയ്യെത്തും ദൂരത്ത് ആകാശം അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതലും ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായി തുമ്പ അതുപോലെ തന്നെ കുറേ ഉപഗ്രഹങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് നോക്കാം. പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെപ്പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ അന്നൊക്കെ ആകാശത്തെക്കുറിച്ചിട്ട് കുറേ കഥകളിലെ പണ്ട് കാലങ്ങളിൽ ഒന്നും അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയിരുന്നു, കുറേ കഥകൾ ഉണ്ടാക്കിയിരുന്നു. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് കുറച്ച് നക്ഷത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപം കിട്ടുമെന്ന് മനസ്സിലായി. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ഈ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ രൂപം കിട്ടിയപ്പോൾ എന്താണ്, ആൻഡ്രോമിഡ എന്ന് പറയുന്ന പേര്, രാജകുമാരി എന്ന് പറയുന്ന ഒരു രാജകുമാരി പേരാണ് അല്ലേ. ആൻഡ്രോമിഡ എന്ന് പറയുന്ന പേര് ഇതാണ്. നമുക്ക് നോക്കാം ആൻഡ്രോമിഡയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളേക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആൻഡ്രോമിഡയാണ് ഈ മുകളിൽ കാണപ്പെടുന്ന നക്ഷത്രമെന്ന് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും ഉണ്ട്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ഈ ജ്യോതിശാസ്ത്രജ്ഞർ. അപ്പോൾ എന്താണ് ഇതിൽ യാഥാർത്ഥ്യമെന്ന് അന്വേഷിക്കുന്നതിനായിട്ട് വന്ന ആൾക്കാരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണും ഒക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. ആകാശ കാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ആകാശ നിരീക്ഷണം നോക്കിയാലോ. ചിത്രത്തിലെ കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു കുത്തു വെച്ച് നമുക്ക് എന്തെങ്കിലും കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ സങ്കല്പിക്കുകയാണ് ഓരോന്നും. അപ്പോൾ എല്ലാവർക്കും ഓരോ രൂപമാണ് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ രൂപങ്ങൾ ഇത് വെച്ചിട്ട് ഈ കൂട്ടി യോജിപ്പിച്ചിട്ട് വരയ്ക്കുക അല്ലേ. ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാം. അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകൾ ഉണ്ടായത്. പണ്ട് നക്ഷത്രങ്ങൾ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പേര് നൽകാനല്ലേ, ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്താണ് നക്ഷത്രങ്ങളെ കൂടിച്ചേർത്ത് രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ഐതിഹ്യങ്ങളുടെ പേരൊക്കെ നൽകുകയാണ് ചെയ്തിരുന്നത്. അത് പെട്ടെന്ന് നക്ഷത്രങ്ങൾ തിരിച്ചറിയുവാനായിട്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് അവർ നിരീക്ഷിച്ചത്? നക്ഷത്രങ്ങളുടെ സ്ഥാനവും അതുപോലെ തന്നെ കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണല്ലേ. എനിക്കാണ് സഹായിച്ചിരുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാനം കാലാവസ്ഥയും മനസ്സിലാക്കാൻ അല്ലേ. അപ്പോൾ അങ്ങനെ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് അത് കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ. ഏതാണ് മഴയുള്ള കാലാവസ്ഥ ഏതാണെന്നും ആ ഒരു
നക്ഷത്രങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുകയാണല്ലേ. അതുപോലെ തന്നെ എന്താണ്, സഞ്ചാരികൾക്ക് ദിശ മനസ്സിലാക്കാൻ അല്ലേ, ദിക്ക് മനസ്സിലാക്കുവാനായിട്ടും ഈ നക്ഷത്രങ്ങളിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു, നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് ആകാശം എന്ന് പറയുന്നത്? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? ഭൂമിയിൽ നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ആകാശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാതെ, മരങ്ങൾ വളർന്നു നിൽക്കുന്നത്, പക്ഷികൾ, വിമാനങ്ങൾ പറക്കുന്നത്, മേഘങ്ങൾ ഒഴുകി നീങ്ങുമൊക്കെ നമുക്ക് ആകാശത്തിൽ കാണുന്നതാണ്. അത് എവിടെയാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് ബഹിരാകാശത്താണ്. ബഹിരാകാശത്ത് എന്തൊക്കെയുണ്ട്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെ എന്താണ്? ബഹിരാകാശത്തുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ബഹിരാകാശം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല അല്ലേ. അപ്പോൾ എന്താണ് ബഹിരാകാശം എന്ന് വെച്ചാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ, വായു ഇല്ലാത്തൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്സിജൻ ഇല്ല അല്ലേ ആ ഒരു ഭാഗത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് സൂര്യൻ നൽകിയിട്ടുണ്ട് അല്ലേ. സൂര്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് സൂര്യനുള്ളത്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. അതുപോലെ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം, ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇനി സൂര്യൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്രമാണ് ആൽഫോ സെന്റാറി എ എന്ന് പറയുന്നത്. അതിന് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. അതായത് നമ്മൾ സൂര്യന് 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആൽഫ സെന്റോറിക്ക് എത്രയുണ്ട്? 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്നും 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെയായിരുന്നു. ആൽഫ സെന്റോറി 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇനി ഭൂമി എന്ന് പറയുന്നത് എന്താണ്? 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്കുള്ളത്. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിക്കുള്ളത്. ഇനി ചന്ദ്രനോ? ഭൂമിയിൽ നിന്ന് 384 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്നും 384 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് സൂര്യനുള്ളത്. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഇനി ആൽഫ സെന്റോറി എന്ന് പറയുന്നത് 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇനി എന്താണ് ഭൂമി എന്ന് വെച്ചാൽ 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചില നക്ഷത്രഗണങ്ങളെ പരിചയപ്പെടാം. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. വേട്ടക്കാരൻ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. അപ്പോൾ വേട്ടക്കാരൻ എന്താണ്? ഏത് സമയത്താണ്? ഡിസംബർ മാസത്തിലാണ് വേട്ടക്കാരൻ കാണപ്പെടുന്നത്. സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരനെ നൽകിയിരിക്കുന്നത്, ഈ നക്ഷത്രഗണത്തിന് ഗ്രീക്കുകാർ നൽകിയിരിക്കുന്നത് എന്താണ്? ഓറിയോണിൻ്റെ പേരിലെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനാണ് ഈ ഓറിയോൺ എന്ന് പറയുന്നത്. ആ ഓറിയോണിൻ്റെ പേരാണ് ഈ വേട്ടക്കാരന് നൽകിയിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരൻ കാണപ്പെടുന്നത് ഡിസംബർ മാസത്തിലാണ്. സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം കിട്ടും. അതിന് ഓറിയോൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സപ്തർഷികൾ നോക്കാം. സപ്തർഷികൾ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏപ്രിൽ മാസത്തിൽ കാണപ്പെടുന്നതാണ് സപ്തർഷികൾ. 7 നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണും. അത് കാരണമാണ് ഇതിനെ സപ്തർഷികൾ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിലാണ് ഈ സപ്തർഷികൾ കാണപ്പെടുന്നത്. വലിയ തവിയുടെ രൂപമായിട്ടും ഇത് സങ്കല്പിച്ചിട്ട് ബിഗ് ഡിപ്പർ എന്നും ഈ എന്ത് നൽകിയിട്ടുണ്ട്? ഈ സപ്തർഷികൾക്ക് തവി എന്നല്ലേ, വലിയ തവിയുടെ പേരിലായിട്ട് എന്ത് നൽകിയിട്ടുണ്ട്? എന്ത് പേര് നൽകിയിട്ടുണ്ട്? ബിഗ് ഡിപ്പർ എന്നും ഗ്രീക്കുകാർ നൽകിയിട്ടുണ്ട്. ബിഗ് ഡിപ്പർ എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ബിഗ് ഡിപ്പർ എന്നും എന്തിനു വിളിക്കുന്നുണ്ട്? സപ്തർഷികളെ വിളിക്കുന്നുണ്ട്. ബിഗ് ഡിപ്പർ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ,
അപ്പോൾ വേട്ടക്കാരൻ എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലായിരുന്നു കണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ സപ്തർഷികൾ ഏപ്രിൽ മാസത്തിലാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് ബഹിരാകാശ നിലയം? ബഹിരാകാശ നിലയം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്തുവാനും പരീക്ഷണങ്ങൾ ചെയ്യുവാനും സൗകര്യമൊരുക്കിയാലോ അതിനായിട്ടാണ് ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര നേരം വരെ ഭൂമിയിൽ നിന്നാണല്ലോ എല്ലാം കണ്ടിരുന്നത്. എന്നാൽ ബഹിരാകാശത്ത് നിന്ന് തന്നെ നമുക്ക് അവിടെ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം ആയിരിക്കും. അതിനാണ് ബഹിരാകാശ നിലയം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് ഒരുക്കിയൊരു പരീക്ഷണശാലയാണ് ഈ ബഹിരാകാശ നിലയം. എന്തിനാണ് ബഹിരാകാശ നിലയങ്ങൾ? എന്തിനാണ് ബഹിരാകാശ നിലയങ്ങൾ? നോക്കാം. ബഹിരാകാശത്തിന്റെ ചിത്രം നോക്കിയൊക്കെ ഇതാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിലെത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കുക? അവിടെ വായുവില്ല, അതുപോലെ തന്നെ ജലമില്ല അല്ലേ? അവിടെ എന്തില്ല? ജലം ഇല്ല, വായു, ജലം ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഇല്ലാത്തത്? അവിടെ ഭാരം ഉണ്ടായിരിക്കില്ല, ഭാരം അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ ശബ്ദം ഉണ്ടായിരിക്കില്ല, ശബ്ദം ഇല്ല. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം ഇല്ല കേട്ടോ, ഗുരുത്വാകർഷണം ഇല്ല. അപ്പം എന്തൊക്കെയാണ് ബഹിരാകാശത്ത് ഇല്ലാത്തത്? കൂടുതലില്ലാത്തത് തന്നെയാണ് ഉള്ളത് അല്ലേ? എന്തൊക്കെയാണ് ഇല്ലാത്തത്? വായില്ല, ജലമില്ല, ഭാരമില്ല, ശബ്ദമില്ല, ഗുരുത്വാകർഷണം ഇല്ല. ഇനി നമുക്ക് ആകാശ നിരീക്ഷണത്തിന് നമ്മൾ സഹായിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏതൊക്കെയാണ്? കെ സ്റ്റാർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന രണ്ട് സോഫ്റ്റ്വെയർസാണ് നമുക്ക് എന്തിനു സഹായിക്കുന്ന? ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി എന്താണ് ചന്ദ്രൻ? രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണപ്പെടുന്നത് എന്താണ്? ചന്ദ്രനെയാണ് അല്ലേ? രാത്രികാലത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായിട്ടും കാണപ്പെടുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ എന്താകും അങ്ങനെ കാണപ്പെടാനായിട്ടുള്ള കാരണം? എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ നക്ഷത്രത്തെക്കാളും വലിപ്പമുണ്ടോ? ചന്ദ്രന് സ്വയം പ്രകാശിക്കാനായിട്ട് കഴിയോ? ചന്ദ്രനെ എന്താണ്? നക്ഷത്രങ്ങളെക്കാളും വലുപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനെ സ്വയം പ്രകാശിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്വയം പ്രകാശിക്കുന്നില്ല അല്ലേ? ചന്ദ്രൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഭൂമിയുടെ ഏറ്റവും മനസ്സിലായി. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം എന്താണ്? ചന്ദ്രനാണ്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഭൂമിയെ ആരാണ് ചുറ്റുന്നത്? ചന്ദ്രനാണ് ചുറ്റുന്നത്. ഗ്രഹങ്ങളെ ചുറ്റുന്നത് ആരാണ്? ഉപഗ്രഹങ്ങളാണ്. ഭൂമിയെ ചുറ്റുന്നത് ചന്ദ്രനാണ്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രനാണ് ചുറ്റുന്നത്. അപ്പോൾ ഭൂമിയെ ചുറ്റുന്ന എന്താണ്? ചന്ദ്രനാണ്. ഇനി ഗ്രഹങ്ങളെ ചുറ്റുന്നതോ? ഗ്രഹങ്ങളെ ചുറ്റുന്ന ആരാണ്? ഉപഗ്രഹങ്ങളാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നാം കാണുന്നത്. അപ്പോൾ ചന്ദ്രൻ സ്വയം പ്രകാശമൊന്നുമില്ല, പക്ഷേ സൂര്യപ്രകാശം ഇതുമ്പോൾ തട്ടാണല്ലേ? ചന്ദ്രമ തട്ടി പ്രതിഫലിക്കുന്നതാണ് എന്ത് കാണപ്പെടുന്നത്? നമുക്ക് പ്രകാശമുള്ളതായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പഠിച്ചത്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല, കാരണം സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടുമ്പോഴാണ്, പ്രതിഫലിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രൻ പ്രകാശമായിട്ട് കാണപ്പെടുന്നത്. ഇനി ഭൂമിയെ ചുറ്റുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്ന് പറയാം, ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഗോളാകൃതിയാണ്. ചന്ദ്രന് ഗോളാകൃതിയാണ്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടായിരിക്കില്ല? അന്തരീക്ഷം ഇല്ല. ചന്ദ്രനിൽ എന്തില്ല? അന്തരീക്ഷം ഇല്ല. ഇനി ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. സ്വയം പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സ്വയം തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റുന്നുമുണ്ട്. സ്വയം തിരിയുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റുന്നുണ്ട്. ഭൂമിയുടെ ഉപഗ്രഹമാണ് അല്ലേ? അപ്പോൾ സ്വയം തിരിയുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂമിയെ ചുറ്റുന്നുമുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഭൂമിയെ ചുറ്റുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചന്ദ്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്. ഗോളാകൃതിയാണ്. സ്വയം തിരിയുന്നുണ്ട്, ഭൂമിയെ ചുറ്റുന്നുണ്ട്, അന്തരീക്ഷമില്ല. ഓക്കെ. പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കളാണ് ആകാശത്തുള്ളത്? നക്ഷത്രങ്ങളുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന
അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. നക്ഷത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സൂര്യനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രനാണ്. നക്ഷത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? സൂര്യനാണ്. നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ നക്ഷത്രമാണ്, പഠിച്ചിരിക്കാതെ തെറ്റരുത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്? നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നുണ്ട്, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ടും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും തോന്നാം. അപ്പോൾ എന്താണ് പറയുന്നത്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്നും പ്രകാശിക്കുന്നില്ല. അതെന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് നമുക്ക് ഈ പ്രകാശമുള്ളതായിട്ട് തോന്നുന്നത്. ഇനി എന്താണ് സൗരയൂഥം എന്ന് പറയുന്നത്? സൗരയൂഥം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. സൂര്യനടുത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ നൽകിയിട്ടുണ്ട് അല്ലേ. പ്ലൂട്ടോ ഔട്ടായതാണ്. അപ്പോൾ ഇതാണ് സൗരയൂഥത്തിലുള്ളത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയെ ചുറ്റുന്നുണ്ട് അല്ലേ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെയാണെന്ന് പറയുന്നത് സൗരയൂഥം എന്ന് പറയുന്നത്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ പരിക്രമണ പാത, ചുറ്റുന്ന പാതേനെ പറയുന്നത് എന്താണ്? പരിക്രമണ പഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതുപോലെ മറ്റനേകം വസ്തുക്കളും ചേർന്നാണ് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണുള്ളത്. നമ്മൾ പറഞ്ഞു ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ. ഭൂമിയുടെ പരിക്രമണ പഥത്തിൻ്റെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങളുടെ പരിക്രമണ പഥങ്ങൾക്കിടയിലാണ്? അപ്പോൾ ഭൂമിയുടെ പരിക്രമണ പഥത്തിൻ്റെ സ്ഥാനം അല്ലേ. ഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏത് ഗ്രഹങ്ങളുടെ ഇടയിലാണ്? നോക്കിയേ, ഏത് ഗ്രഹങ്ങളുടെ ഇടയിലാണ്? ചൊവ്വയ്ക്കും ശുക്രനും ഇടയിലാണ് ഭൂമി നിൽക്കുന്നത് അല്ലേ. ചൊവ്വയ്ക്കും ശുക്രനും ഇടയിലാണ് ഭൂമി നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങൾ ക്യാമറയും മറ്റും നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച് ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവ എപ്പോഴും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ യന്ത്രങ്ങളെയാണ് മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെയാണ് അല്ലേ. മനുഷ്യനിർമ്മിത യന്ത്രങ്ങൾ ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളല്ലേ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെയാണ് എന്ന് പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS സാധ്യമാക്കുന്നത്. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ കാണാനായിട്ട് പറ്റില്ല. GPS ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ വീടും അതുപോലെ തന്നെ സ്കൂളൊക്കെ എവിടെയാണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങൾ മൂലം അല്ലേ. കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ? മനുഷ്യ നിർമ്മിച്ച യന്ത്രങ്ങൾ അതായത് ക്യാമറയും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. അങ്ങനെ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളെയാണ് എന്ന് പറയുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റു സേവനങ്ങൾ എന്തെല്ലാമാണ് നോക്കിയേ. വിദൂര സംവേദനത്തിന് സഹായിക്കുന്നുണ്ട്. ആശയവിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഗതി നിർണ്ണയത്തിന് സഹായിക്കുന്നു. ശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തുവാനും രേഖപ്പെടുത്തുവാനും പ്രതിരോധത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നത്. ഓരോന്നിനുമായിട്ട് ഓരോ കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട് അല്ലേ. വിദൂര സംവേദനം, അതുപോലെ ആശയവിനിമയം, ഗതി നിർണ്ണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം എന്നിവയൊക്കെയാണ്.
അപ്പോൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് GPS നമ്മൾ പറഞ്ഞു. GPS ഉപയോഗിച്ച് നമുക്ക് സ്ഥാനം കണ്ടെത്തുന്നതിനായിട്ട് പറ്റും. അപ്പോൾ GPS കാലാവസ്ഥാ പ്രവചനം, ഗതി നിർണ്ണയം, വിദൂര സംവേദനം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവസ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും പ്രതിരോധം എന്നിവയ്ക്കൊക്കെയാണ് സഹായിക്കുന്നത്. ഇനി ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുള്ളതാണ്. ഇൻസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നു. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നു. IRNSS ഗതി നിർണ്ണയത്തിന് സഹായിക്കുന്നു. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം. ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT-7 എമിസാറ്റ് പ്രതിരോധം. എന്തൊക്കെയാണ് അപ്പോൾ? ഇൻസാറ്റ് വാർത്താവിനിമയം, എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതി നിർണ്ണയം, കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7 എമിസാറ്റ് പ്രതിരോധം. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് പറയുന്നത്, കാരണം പഠിച്ചു വെക്കണം കേട്ടോ. IRNSS എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണ്ണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. IRNSS നമ്മൾ നിർമ്മിച്ചാണല്ലേ. ഇനി എന്താണ് റോക്കറ്റുകൾ എന്ന് വെച്ചാൽ എന്താണ് റോക്കറ്റുകൾ? എങ്ങനെയാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്? നോക്കിയൊരു പത്രക്കെട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ്? ഉപഗ്രഹ വിക്ഷേപണം May 29 May 29 നടക്കുന്നുണ്ട്. GSLV 12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. അപ്പോൾ എന്താണ് റോക്കറ്റുകൾ? ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അല്ലെങ്കിൽ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണ്? ISRO. മറ്റ് രാജ്യങ്ങളിൽ ഏതൊക്കെയാണ്? USA-യുടെ ഏതാണ്? USA-യുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? USA-യുടെ നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ ISRO എന്ന് പറഞ്ഞില്ല, ISRO എന്ന് പറഞ്ഞു. USA-യുടെ നാസയാണ് കേട്ടോ. നാസയാണ് USA-യുടെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നാസയാണ്. ഇനി അതുപോലെ തന്നെ യൂറോപ്പിന് എന്താണ്? യൂറോപ്പിന് എന്താണ്? ESA ആണ് യൂറോപ്പിൻ്റെ ESA ആണ്. ജപ്പാൻ്റെ എന്താണ്? ജപ്പാൻ്റെ JXA, ജപ്പാൻ്റെ കേട്ടോ. ജപ്പാൻ്റെയാണ് JXA, ജപ്പാൻ്റെ. ഓക്കെ. ഇനി റഷ്യയുടെ റോസ്കോസ്മോസ് ആണ്. റഷ്യയുടെ എന്താണ്? റോസ്കോസ്മോസ്. ചൈനയുടെ CNSA ആണ്. ചൈനയുടെ CNSA ആണ്. അപ്പോൾ USA-യുടെ നാസ, യൂറോപ്പിൻ്റെ ESA, അതുപോലെ തന്നെ JXA ജപ്പാൻ്റെയും, CNSA എന്ന് പറയുന്നത് ആരുടെയാണ്? ചൈനയുടെയാണ് കേട്ടോ. റഷ്യയുടെ റോസ്കോസ്മോസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുന്നത് കേട്ടോ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21 സ്ഥാപിതമായത്. 1963 നവംബർ 21 എന്ത് സ്ഥാപിതമായത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത് 1963 നവംബർ 21. ഓക്കെ ആണല്ലോ.
ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. ഇതെവിടെയാണ് നിലനിൽക്കുന്നത്? എവിടെയാണ്? ഭൂമിയുടെ കാന്തിക ഭൂമധ്യ രേഖയ്ക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തുമ്പ ഇക്വേറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം വിക്രം സാരാഭായി എന്ന് പറയുന്ന വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായിട്ട് 1972 ഇതിനെ എന്താക്കി പേര് മാറ്റി? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേരാക്കി മാറ്റി. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേരാക്കി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ. അപ്പോൾ എന്താണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1963 നവംബർ 21 സ്ഥാപിതമായത്. ഇനി സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2 വിക്ഷേപണത്തറകളാണുള്ളത്. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2002 ഇതിനെ പേരെന്താക്കി മാറ്റി? 2002 സതീഷ് ധവാൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരാക്കി മാറ്റിയത്. 2002 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരായിട്ട് നൽകിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇതിൽ ആദ്യത്തെ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1963 നവംബർ 21 സ്ഥാപിതമായത്. പിന്നീട് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നാക്കി മാറ്റി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇനി നമുക്ക് വിക്രം സാരാഭായിനെയും സതീഷ് ധവാനെയും കുറിച്ച് പഠിക്കാം. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നു പേര് നൽകിയത്. ചന്ദ്രയാൻ്റെ ലാൻഡർ ചോദിക്കാറുണ്ട്. വിക്രം ലാൻഡർ പഠിച്ചു വയ്ക്കുക. ലാൻഡറിൻ്റെ പേര് ലാൻഡറിൻ്റെ പേര് എന്നാണ് ചോദിക്കാറുണ്ട്. വിക്രമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ. വിക്രം സാരാഭായ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ തുമ്പയ്ക്ക് നൽകിയത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ്റെ ലാൻഡറിന് നൽകി വിക്രം എന്ന പേരും നൽകിയ. ഇനി സതീഷ് ധവാൻ ആരാണ്? ഇസ്രോയുടെ ചെയർമാനാണ് സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ചന്ദ്രയാത്രകൾ നോക്കാം. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു. ചന്ദ്രനിലെത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1969 ജൂലൈ 21 ആദ്യമായിട്ട് ചന്ദ്രയാൻ പുറപ്പെടുന്നത്. അപ്പോൾ 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിയത്. മൈക്കിൾ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. അപ്പോൾ എന്താണ് പറയുന്നത്? 1969 ജൂലൈ 21 ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്നത് മനുഷ്യൻ. എവിടെ നിന്നാണ്? അമേരിക്കക്കാരാണല്ലേ, നാസയാണിത് പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്? അപ്പോളോ 11 എന്ന് പറയുന്ന പേടകത്തിലായിരുന്നു യാത്ര. അപ്പോളോ 11 എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനാണ് ബഹിരാകാശ സഞ്ചാരികൾ. ഇവരുടെ വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ് ആണ്. ഇനി എന്താണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. അപ്പോൾ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, സ്പുട്നിക് 1 ആണ്. സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത്. 1957 ഒക്ടോബർ 4 വിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി എന്നാണ് 1967 ഒക്ടോബർ 10 നിലവിൽ വന്നത്. അപ്പോൾ 1957 ഒക്ടോബർ 4 ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് 1 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത്. അപ്പോൾ 1957, 67 അല്ലേ? ഒക്ടോബർ 4, ഒക്ടോബർ 10. ഓക്കെ, പഠിച്ചിരിക്കുക. അപ്പോൾ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശപരമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രയാൻ എന്ന പേരിലാണ് നമ്മുടെ രാജ്യം ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാസയിലാണെങ്കിൽ നമ്മൾ അപ്പോൾ ലെവലിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, നാസയിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ എന്ന് പറയുന്ന പേരാണ്. ചന്ദ്രയാൻ 1 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദ്യത്തെ ചന്ദ്രയാൻ അല്ലേ, ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തിയതാണ് ചന്ദ്രയാൻ 1. 100 കിലോമീറ്റർ അകലെയാണ് പരിക്രമണ പഥത്തിലൂടെയാണ് ചന്ദ്രയാൻ 1 സഞ്ചരിക്കുന്നത്. ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് 2008 ഒക്ടോബർ 22 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഇനി ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ആദ്യത്തെ എന്നായിരുന്നു 2008 ഒക്ടോബർ 22 രണ്ടാമത്തേത് 2019 ജൂലൈ 22 ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രനിൽ ഇറങ്ങിയില്ലേ, ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് മണ്ണിനെയും പാറേനെയും കുറിച്ചിട്ട് പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തത്. ചന്ദ്രയാൻ 2 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. പാറയുടെ മണ്ണിനെ ചന്ദ്രൻ ഇറങ്ങിയിട്ട് ചന്ദ്രൻ്റെയും പാറയുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ്. 2023 ജൂലൈ 14 വിക്ഷേപിച്ച് 2023 ഓഗസ്റ്റ് 23 ലാൻഡർ ഇറങ്ങുന്നത്. അതിലാണ് കൂടുതൽ പരീക്ഷണങ്ങളും ഏർപ്പെടുന്നത്. ഇനി മറ്റ് ഇന്ത്യൻ പദ്ധതികൾ. ചന്ദ്രനെ പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെ പറ്റി പഠിക്കുവാൻ നമുക്ക് പദ്ധതികളുണ്ട്. മംഗൾയാൻ എന്തിനാണ് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ടേബിളാണ്. മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വ പര്യവേഷണമാണ്. മംഗൾയാൻ ചൊവ്വ പര്യവേഷണമാണ്. ആദിത്യ L1 എന്നാണ് സൗര പര്യവേഷണം. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണമാണ്. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണമാണ്. മംഗൾയാൻ എന്താണ്? ചൊവ്വ പര്യവേഷണം. ആദിത്യ L1 സൗര പര്യവേഷണം. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. ഒക്കെയാണല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇവിടെ നോക്കിയാൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചില പ്രധാന ചുവടുവയ്പ്പുകൾ നൽകിയിട്ടുണ്ട്. വർഷങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മംഗൾയാൻ 1 വിക്ഷേപിച്ചതെന്നാണ്. 2013 നവംബർ 5. മംഗൾയാൻ 1 വിക്ഷേപിക്കുന്നത് 2013 നവംബർ 5 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിക്കുന്നത്. 2013 നവംബർ 5 ഇൻസാറ്റ് 1 നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻസാറ്റ് 1 പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ഇൻസാറ്റ് 1 എന്നാണ് വിക്ഷേപിക്കുന്നത്? 1982 ഇൻസൈറ്റ് അങ്ങനെ കണ്ടിട്ടില്ല, ഇയർ കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചു വയ്ക്കുക. 1982 ഏപ്രിൽ 10 കേട്ടോ, ഏപ്രിൽ 10 ഇൻസൈറ്റ് വിക്ഷേപിക്കുന്നത്. മംഗൾയാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആദിത്യ L1 എന്നാണ് വിക്ഷേപിച്ചത്. ആദിത്യ L1 വിക്ഷേപിച്ചെന്നാണ് 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 കേട്ടോ, സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ISRO നിലവിൽ വന്നത് എന്നാണ്? 1969 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ISRO നിലവിൽ വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. 1969 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപണം നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, ചന്ദ്രൻ 2008 ഒക്ടോബർ 22 പറഞ്ഞു. 2008 ഒക്ടോബർ 22 പറഞ്ഞു. അതുപോലെ തന്നെ ആര്യഭട്ട വിക്ഷേപണം ചോദിക്കാറുണ്ട്. ആര്യഭട്ട വിക്ഷേപണം എന്നാണ്? 1975 1975 ഏപ്രിൽ 19 1975 ഏപ്രിൽ 19. അപ്പോൾ മംഗൾയാൻ 2013 നവംബർ 5, ഇൻസാറ്റ് 1 1982 ഏപ്രിൽ 10, ആദിത്യ L1 വിക്ഷേപണം 2023 സെപ്റ്റംബർ 2, ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15, ചന്ദ്രയാൻ 1 വിക്ഷേപണം 2008 ഒക്ടോബർ 2, ആര്യഭട്ട 1 വിക്ഷേപിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22, ആര്യഭട്ട 1 വിക്ഷേപണം 1975 ഏപ്രിൽ
19 കേട്ടോ, 1975 ഏപ്രിൽ 19. ഇനി ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം. കാലാവസ്ഥാ പ്രവചനത്തിൽ സഹായിക്കുന്നത് എന്താണ്? കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളാണ് അല്ലേ. കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നത് കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ സഹായിക്കുന്നത് റോക്കറ്റാണ്. ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ. സ്വയം പ്രകാശിക്കുന്നതാണ് സൂര്യനാണ് സ്വയം പ്രകാശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയേണ്ടത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.